വെക്കുന്ന ചേലക്കര മണ്ഡലം അവർ തന്നെ തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 15 വർഷമായി UDF കൈവശം വെക്കുന്ന പാലക്കാട് മണ്ഡലം അവർ നിലനിർത്തി എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും NDAക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. അത് ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പായാലും തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, വട്ടിയൂർക്കാവിൽ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് 55,000-ഓളം വോട്ടുകൾ കിട്ടിയപ്പോൾ, പക്ഷെ അവിടെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 27,000 വോട്ടുകളാണ് ലഭിച്ചത്. ശ്രീ O രാജഗോപാലിന് 2,35,000 വോട്ട് തിരുവനന്തപുരം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെറും 35,000 വോട്ടുകൾ മാത്രമാണ് BJPക്ക് കിട്ടിയത്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ UDFന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടുമെന്നാണ് പാലക്കാട് പറഞ്ഞത്. അവർക്കും വിജയിക്കാൻ സാധിച്ചില്ല. ചേലക്കരയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 10,000-ലധികം വോട്ടുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കും. പാലക്കാട് ഏതാനും ചില വോട്ടുകളുടെ കുറവ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ സാർക്ക് ലഭിച്ച 50,000 എന്നുള്ള കണക്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് താഴോട്ട് പോവുകയുണ്ടായി. കാരണം ശ്രീധരൻ സാർക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാം പാർട്ടി വോട്ടുകളാണെന്ന് ആരും തന്നെ കണക്കാക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടുകളാണ്. ആ രാഷ്ട്രീയ വോട്ടുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം വോട്ടിന്റെ കുറവ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു കാരണമാണ് അതെങ്കിലും പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല. ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല, എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം SDP അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം, പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് UDF നടത്തിയ പരിശ്രമങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ LDF നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ, ഇതിനെല്ലാം ശരിയായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ UDFന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം തന്നെയാണ്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് NDA മുന്നോട്ട് പോയത്. പക്ഷേ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും. ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അല്ല, അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? ഗോവിന്ദൻ പറഞ്ഞത് സരി ജയിച്ചു എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് 400 പാറെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും VD സതീശനും പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇലക്ഷൻ കാലത്ത് അതൊക്കെ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും
മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു? എന്താ സംശയമുള്ളത്? ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം. അത് കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ്. പക്ഷെ ആ കോൺഗ്രസിന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു? അപ്പോൾ ഇതുകൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, SDPI PFI ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത്. ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പക്ഷേ CPMന്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നു. PFIനെ ഉപയോഗിച്ചാണ് VD സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. LDF നടത്തിയ അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയവും ഞങ്ങൾക്ക്. അല്ല, അങ്ങനെയല്ല. ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും ഒരു 30-40 വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല. കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരിറങ്ങുന്നു, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു, ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് MLA മാരും MP മാരും താരപ്രചാരകന്മാരും മന്ത്രിമാരും ഒന്നുമില്ല. സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിൽ. BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഇതിൽ സംസ്ഥാനത്ത് ഒരു തരത്തിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പല്ല നടന്നിട്ടുള്ള. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും NDAക്ക് ഇത്തരത്തിൽ വോട്ട് കുറയാറുണ്ട് എന്നതാണ് K സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഏത് തരത്തിലേക്ക് UDF പാലക്കാട്ട് വോട്ട് സ്വരൂപിച്ചു? വർഗീയ ശക്തികൾ SDPI പോലെയുള്ള വർഗീയ സംഘടനകളുമായി കൂട്ടുചേർന്നാണ് എന്ന ആരോപണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്.